എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നോക്കുവാൻ പോകുന്നത് ചൈനയുടെ വൈസ് പ്രസിഡൻറ്റിനെ പറ്റിയാണ്. അപ്പോൾ ഇതിന് തൊട്ട് മുമ്പുള്ള വീഡിയോയിൽ ചൈനയുടെ പ്രസിഡൻറ്റിനെ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഏതാണ്ട് അദ്ദേഹത്തിൻ്റെ അധികാരത്തോട് സാമ്യമുള്ള അതേ അധികാരങ്ങൾ തന്നെയാണ് ഈ ചൈനയുടെ വൈസ് പ്രസിഡൻറ്റിനും ഉണ്ടായിരിക്കുക. അപ്പോൾ ചൈനയുടെ വൈസ് പ്രസിഡൻറ്റിനെ തിരഞ്ഞെടുക്കുന്നത് ചൈനയുടെ ലെജിസ്ലേച്ചർ എന്നറിയപ്പെടുന്ന നാഷണൽ പീപ്പിൾസ് കോൺഗ്രസ് അഥവാ NPC ആണ്. ഓക്കെ, അപ്പോൾ ചൈനയുടെ വൈസ് പ്രസിഡൻറ്റിനെ മാത്രമല്ല, ചൈന എന്ന രാഷ്ട്രത്തിലെ ഔദ്യോഗിക അതായത് ഏറ്റവും ഉയർന്ന സ്ഥാനങ്ങൾ വഹിക്കുന്ന ഔദ്യോഗിക സ്ഥാനത്തേക്കുള്ള, അതായത് ചൈനീസ് പ്രധാനമന്ത്രി, അതുപോലെ തന്നെ പ്രസിഡൻറ്റ്, വൈസ് പ്രസിഡൻറ്റ്, കൂടാതെ സെൻട്രൽ മിലിറ്ററി കമ്മീഷൻ്റെ ചെയർമാൻ, കൂടാതെ സ്റ്റേറ്റ് കൗൺസിലർമാർ, മറ്റു മന്ത്രിമാർ, ഓഡിറ്റർ ജനറൽ, അതുപോലെ തന്നെ സ്റ്റേറ്റ് കൗൺസിലിൻ്റെ സെക്രട്ടറി ജനറൽ തുടങ്ങിയ സ്ഥാനത്തേക്കുള്ള അംഗങ്ങളെ എല്ലാം തന്നെ നിയമിക്കുന്നതും അതുപോലെ തന്നെ അവരെ ഔദ്യോഗിക സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുന്നതും ആവശ്യമായി വരികയാണെങ്കിൽ അവരെ തിരിച്ചു വിളിക്കുന്നതും എല്ലാം തന്നെ ഈ ചൈനീസ് ലെജിസ്ലേച്ചർ എന്നറിയപ്പെടുന്ന NPC അഥവാ നാഷണൽ പീപ്പിൾസ് കോൺഗ്രസ് ആയിരിക്കും. അപ്പോൾ ചൈനീസ് ഭരണഘടനയിലെ 62-ാം ആർട്ടിക്കിൾ അനുസരിച്ചിട്ടാണ് വൈസ് പ്രസിഡൻറ്റിനെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ NPCകാരാണ് ഈ ചൈനയുടെ വൈസ് പ്രസിഡൻറ്റ് തിരഞ്ഞെടുക്കപ്പെടുന്നത്. കൂടാതെ ഭരണഘടനയുടെ 62-ാം ആർട്ടിക്കിൾ അനുസരിച്ചിട്ടാണ് വൈസ് പ്രസിഡൻറ്റിനെ തിരഞ്ഞെടുക്കുന്നത്. കൂടാതെ ഇദ്ദേഹത്തിൻ്റെ പ്രഥമ ചുമതല എന്ന് പറയുന്നത് തന്നെ പ്രസിഡൻറ്റിൻ്റെ, അതായത് ചൈനീസ് പ്രസിഡൻറ്റിൻ്റെ അസാന്നിധ്യത്തിൽ അദ്ദേഹത്തിൻ്റെ ചുമതലകൾ നിർവഹിക്കുക അഥവാ കർത്തവ്യങ്ങൾ നിർവഹിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം പ്രസിഡൻറ്റിൻ്റെ താഴെയാണ് വൈസ് പ്രസിഡൻറ്റ്. ഓക്കെ, അപ്പോൾ ഏത് രാഷ്ട്രത്തിലാണെങ്കിലും പ്രസിഡൻറ്റിൻ്റെ അസാന്നിധ്യത്തിൽ അദ്ദേഹത്തിൻ്റെ ചുമതലകൾ നിർവഹിക്കേണ്ട വ്യക്തി എന്ന് പറയുന്നത് വൈസ് പ്രസിഡൻ്റ് ആയിരിക്കും. ഓക്കെ, അതായത് പ്രസിഡൻറ്റ് എന്തെങ്കിലും കാരണത്താൽ, അതായത് യുദ്ധത്തിൻ്റെ കാരണത്താൽ അഥവാ മരണപ്പെട്ടാലോ അല്ലെങ്കിൽ സ്വഭാവ ദൂഷ്യത്തിൻ്റെ പേരിൽ അദ്ദേഹം തലസ്ഥാനത്ത് നിന്ന് ഇംപീച്ച്മെൻറ്റ് ചെയ്യപ്പെട്ടാലോ അല്ലെങ്കിൽ അദ്ദേഹം സ്വഭാവ ദൂഷ്യത്തിൻ്റെ പേരിൽ അദ്ദേഹത്തെ തലസ്ഥാനത്ത് നീക്കം ചെയ്താലോ അദ്ദേഹത്തിന് എന്തെങ്കിലും കാരണത്തിൽ അദ്ദേഹത്തിൻ്റെ ഭരണം തുടർന്ന് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാവുകയോ ചെയ്താൽ ചൈന എന്ന രാഷ്ട്രത്തിൻ്റെ പ്രസിഡൻറ്റിൻ്റെ എല്ലാ അധികാര അവകാശങ്ങളും നിർവഹിക്കേണ്ട വ്യക്തി എന്ന് പറയുന്നത് ചൈനയുടെ വൈസ് പ്രസിഡൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ചൈന എന്ന രാഷ്ട്രത്തിലെ ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ് ആയിട്ടാണ് ചൈനീസ് പ്രസിഡൻറ്റ് അറിയപ്പെടുന്നത്. ഓക്കെ, അതായത് ലോക രാഷ്ട്രങ്ങൾക്കിടയിൽ ചൈനയുടെ പാരമ്പര്യത്തെയും അതുപോലെ തന്നെ പ്രഭാവത്തെയും ഉയർത്തിപ്പിടിക്കേണ്ട വ്യക്തിയാണ് ചൈനീസ് പ്രസിഡൻറ്റ്. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ അദ്ദേഹത്തിൻ്റെ എല്ലാ അധികാര അവകാശങ്ങളും നിർവഹിക്കേണ്ട വ്യക്തി എന്ന് പറയുന്നത് ചൈനയുടെ വൈസ് പ്രസിഡൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്ന ഒരു പൊസിഷൻ കൂടിയാണ് ഈ ചൈനയുടെ വൈസ് പ്രസിഡൻറ്റ് എന്ന പദവി. മാത്രവുമല്ല ഈ ചൈനയുടെ വൈസ് പ്രസിഡൻ്റാണ് ചൈനയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ചൈനയുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ പ്രധാന വ്യക്തി എന്ന് പറയുന്നത്. അതായത് ചുരുക്കി പറയുകയാണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ചൈനയുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ മെമ്പറാണ് ഈ ചൈനയുടെ വൈസ് പ്രസിഡൻറ്റ് എന്ന് പറയുന്നത് തന്നെ. നേരത്തെ പറഞ്ഞാണ്, മറ്റൊരു വീഡിയോയിൽ പറഞ്ഞാണ്, ചൈനയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം അലങ്കരിക്കുന്നത് ചൈനീസ് പ്രസിഡൻ്റാണ്. അതുപോലെ തന്നെ സെൻട്രൽ മിലിറ്ററി കമ്മീഷൻ്റെ, അതായത് CMCയുടെ ചെയർമാനായിട്ടും പ്രസിഡൻറ്റ് സ്ഥാനം അലങ്കരിക്കുന്നുണ്ട്. എന്നാൽ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ചൈനയുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ സജീവമായിട്ടൊരു മെമ്പറാണ് ഈ ചൈനയുടെ വൈസ് പ്രസിഡൻറ്റ് എന്ന് പറയുക. ഓക്കെ, അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രഥമ കർത്തവ്യം എന്ന് പറയുന്നത് തന്നെ പ്രസിഡൻറ്റിൻ്റെ അഭാവത്തിൽ അദ്ദേഹത്തിൻ്റെ എല്ലാ കർത്തവ്യങ്ങളും നിർവഹിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ചൈന എന്ന രാഷ്ട്രത്തെ സംബന്ധിച്ച സുപ്രധാനമായ സ്ഥാനം അലങ്കരിക്കുന്ന, മാത്രമല്ല തീരുമാനമെടുക്കുന്ന വ്യക്തി കൂടിയായിട്ടാണ് ഈ ചൈനയുടെ വൈസ് പ്രസിഡൻറ്റിനെ പരിഗണിക്കപ്പെടുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ചൈനയുടെ വൈസ് പ്രസിഡൻറ്റിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽഡായിട്ട് പോയിട്ടില്ല. എനിക്ക് അവൈലബിൾ ആയിട്ടുള്ളൊരു മെറ്റീരിയൽസ് നോക്കി എനിക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് ഞാൻ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടാണ് ഈ സ്ലൈഡ് മേക്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് വായിച്ചു പോവുക മാത്രമാണ് ചെയ്യുക, കാരണം പച്ച മലയാളത്തിലാണ് സ്ലൈഡ് മേക്ക് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ.